നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ മാടുകളെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ബീഫ് കച്ചവടക്കാർ അനിശ്ചിതകാല സമരം തുടങ്ങി. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴാണ് മാടുകളെ ഗുണ്ടാസംഘമെത്തി പിടിച്ചുകൊണ്ടുപോകുന്നതെന്നും ഇവരെ തടയാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നും വ്യാപാരികൾ ആരോപിച്ചു. സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാളെ വ്യാപാരികൾ ചെന്നൈയിൽ പ്രതിഷേധ മാർച്ച് നടത്തും. കഴിഞ്ഞ 8 മാസത്തിനിടെ മാടുകളുമായി വന്ന 100-ലധികം വാഹനങ്ങൾ തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഗുണ്ടാസംഘം ബലമായി പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. നിയമവിധേയമായി കൊണ്ടുവരുന്ന മാടുകളെ ഗോസംരക്ഷണത്തിന്റെ പേര് പറഞ്ഞാണ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. പ്രതിസന്ധി രൂക്ഷമായതോടെ കഴിഞ്ഞ 19 മുതൽ കേരളത്തിലേക്കുള്ള മാടുകളുടെ വരവ് പൂർണ്ണമായി നിലച്ചു. ഇതോടെയാണ് കടകളടച്ച് സമരം ചെയ്യാൻ വ്യാപാരികൾ തീരുമാനിച്ചത്. ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ ജീവിക്കാൻ കഴിയില്ല. കാരണം ഇതിലൊരു 10-100 കച്ചവടക്കാരല്ല, 10,000 തൊഴിലാളികളുണ്ട്. ഇതൊക്കെ തൊഴിലാളി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ പണിയെടുക്കുന്നത് ബാപ്പിയും മക്കളുമായിട്ട് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ഇതൊരു വലിയൊരു ബിസിനസ് ഒന്നല്ല. അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് സഹായമൊന്നും ലഭിക്കുന്നില്ലെന്നും വ്യാപാരികൾ ആരോപിച്ചു. പോലീസിൽ ഫോൺ ചെയ്താൽ പോലീസ് ഇതിൽ ഇടപെടുന്നില്ല, പോലീസ് വരണില്ല. നമ്മൾ പിന്നെ പോലീസും ഈ ഇത്തരം ആളുകളായിട്ട് വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്നുള്ളൊരു സംശയം കൂടി നമുക്കതിൽ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിലെ മാടു വ്യാപാര കേന്ദ്രങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. വിഷയത്തിൽ തമിഴ്നാട് സർക്കാർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാളെ ചെന്നൈയിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിൽ കേരളത്തിലെ വ്യാപാരികളും പങ്കെടുക്കും. റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, ശ്രീ രാഹുൽ ഈശ്വർ, കച്ചവടക്കാരായ ശ്രീ TK ഷാജഹാൻ, ശ്രീ NC തോമസ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഷാജഹാൻ, എങ്ങനെയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ മാടുകൾ നഷ്ടപ്പെടുന്നത്? മാടുകൾ നഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരു അക്രമി സംഘങ്ങളാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അത് ലോഡ് വരുമ്പോൾ അത് നമ്മുടെ വണ്ടികൾ നിങ്ങൾ കൊണ്ടുവരുന്നത് ലോറിയിലാണ്. ലോറികൾക്ക് ഒരു കാറ് മുമ്പിലേക്ക് വരും. അവർ ഓട്ടോമാറ്റിക്കലി വന്ന് കുറേ ഗുണ്ടാ സംഘങ്ങൾ വന്ന് ഡ്രൈവറെ മർദ്ദിച്ചു കഴിഞ്ഞിട്ട് ഇവർ അതിനു വേണ്ടി ഫോൺ ചെയ്ത് പോലീസുകാരെ വരുത്തുകയാണ്. പോലീസ് വന്നു കഴിഞ്ഞാൽ പോലീസ് സപ്പോർട്ടോടു കൂടി ഇവർ നേരെ സ്റ്റേഷനിൽ പോയി FIR എഴുതി അവർ കോസാല എന്ന് പറയുന്ന ഒരു ആശ്രമം ഉണ്ടാക്കുകയാണ്. അതിലേക്ക് അവർ കൊണ്ടുപോയിട്ട് പിന്നെ അതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടാകുന്നില്ല. തോമസ്, എത്ര ലോഡാണ് ഒരു ദിവസം കേരളത്തിലേക്ക് വരുന്നത്? ഏതെല്ലാം രീതിയിൽ ഈ മറ്റ് വ്യവസായങ്ങളെ ഈ മാട് കച്ചവടം ബാധിക്കുന്നു? എത്രത്തോളം പേർ ഇതിൻ്റെ പേരിൽ ഉപജീവനം നടത്തുന്നു? ഇതിൻ്റെ ഒരു 50 ലോഡോളം ചെക്ക് പോസ്റ്റ് വഴി കടന്നു വരുന്നുണ്ട്. അത് ചുറ്റിപ്പറ്റി ഇറച്ചി കച്ചവടക്കാരും ഈ കച്ചവടക്കാരും പിന്നെ നമ്മൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ തോല് ഒരു ഇതിന് പോകും. പിന്നെ എല്ല് പൊടിക്ക്, പിന്നെ അതിൽ നിന്നും ആ എല്ല് തന്നെ പല ടൈപ്പായിട്ട് തിരിക്കുകയാണ്. തിരിച്ചിട്ട് അത് ഗുളിക ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. പിന്നെ എക്സ്റേ ഫിലിം അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇതിൻ്റെ കൊമ്പ് 10,000-കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ്. ഇത് നഷ്ടപ്പെടുമ്പോൾ ഇത് സംബന്ധിച്ചുണ്ടാകുന്ന പരാതികളുണ്ടല്ലോ. ഈ പരാതികളിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിൽ കോടതി വഴി ഒരു ലോഡ് കന്നുകാലികൾ ഈ രീതിയിൽ മോഷ്ടിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ അവർ തട്ടിയെടുക്കുന്നു, അത് കോടതിയിൽ പോകുന്നു. കോടതി വഴി ഒരു നടപടി ഉണ്ടാകുന്നില്ലേ? കോടതി വഴി നടപടി ഉണ്ടായാലും അവിടെ ചെല്ലുമ്പോൾ ഈ മാടുകളൊന്നും കാണാറില്ല. പിന്നെ അവർ വല്ലപ്പോഴും ഒരു ലോഡ് ചിലപ്പോൾ കോടതി വഴി പറഞ്ഞാൽ തന്നെ തരും. അത് വലുതൊക്കെ അവർ മാറ്റിയിട്ട് ചെറുതിനെ കയറ്റിത്തരും. പിന്നെ ഇവർ ബ്ലൂ ക്രോസ് എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. ആ സംഘടനക്കാർ പിടിച്ചിട്ട് ശരിക്കും അവരുടെ ഇതിലല്ല അത് കെട്ടി സൂക്ഷിക്കണം. അവർക്ക് ശരിക്കും ബ്ലൂ ക്രോസുകാർക്കാണ് കെട്ടി സൂക്ഷിക്കാനുള്ള അധികാരമുള്ളൂ. അവരത് വേറെ ആൾക്കാർക്ക് കൊടുത്ത് അത് വീണ്ടും മാർക്കറ്റുകളിൽ വന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അതിപ്പോൾ ഈ കേരളത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ദിവസം 40 ലോഡ് അല്ലെങ്കിൽ 50 ലോഡ് കന്നുകാലികളെ കൊണ്ടുവരുന്നു. അതുകൂടാതെ ഇപ്പോൾ ആന്ധ്രയിൽ നിന്നാണ് പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് തന്നെ മാംസ സംസ്കരണവും പുറത്തേക്ക് പോകുന്ന സംവിധാനമുണ്ടോ? ഹൈദരാബാദിൽ ഇതിൻ്റെ 3 കട്ടിങ് കമ്പനികളുണ്ട്, 3-4 കട്ടയുണ്ട്. അവരിത് 500 എണ്ണം വെച്ച് ഒരു ദിവസം അവിടെ വേണം. അത് അവർ വളരെ മോശപ്പെട്ട ഉരുക്കളെയാണ് അവർ മേടിച്ചുകൊണ്ടുപോയി ഈ കമ്പനികളുടെ തൂക്കം കൊടുക്കുകയാണ്. അവിടെ നിന്നൊക്കെ എല്ലും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് നമ്മുടെ കേരളത്തിലേക്ക് തന്നെയാണ് വന്നത്, അത് വേർതിരിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും വരവ് കഴിഞ്ഞ ഈ മാസം 19 മുതൽ പൂർണ്ണമായിട്ടും നിലച്ചേക്കാണ്. ഡോക്ടർ തോമസ് ഐസക്, എന്താണ് ഈ കന്നുകാലി മേഖലയിൽ അത് തമിഴ്നാട്ടിൽ വെച്ച് കേരളത്തിലേക്ക് വരുന്ന കന്നുകാലികളെ
അവർ കവർന്നെടുക്കുമ്പോൾ അത് ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിൽ അതല്ലെങ്കിൽ സാമ്പത്തികമായി കേരളത്തെ എത്രത്തോളം ബാധിക്കുന്നു? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷ്യക്രമത്തിന്റെ ഒരു ഭാഗമായിട്ട് എത്രയോ നാളുകളായി. നമ്മുടെ പ്രോട്ടീൻ ആവശ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ബീഫിലൂടെയാണ് വരുന്നത്, മത്സ്യം കഴിഞ്ഞാൽ. ഇപ്പോ ഒരു പരിധി വരെ അത് ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിലും ഇന്നും ബീഫ് കേരളത്തിലെ സാധാരണക്കാരുടെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ സ്രോതസ്സാണ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ ഭക്ഷണം നോക്കിയാൽ പൊറോട്ടയും ബീഫും തന്നെയാണ്. അപ്പൊ നമ്മുടെ ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇറച്ചി അല്ലെങ്കിൽ കന്നുകാലികൾ തടസ്സപ്പെടുക എന്ന് പറയുന്നു. അത് നിയമം മുഖേന നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പിന്നെ അതിന്റെ നിയമക്രമ പാലിക്കേണ്ടത് എല്ലാവർക്കും ബാധ്യസ്ഥയാണ്. എന്നാൽ ഇന്ന് ഇവിടെ നടക്കുന്നത് അതല്ല. നിയമം ലംഘിക്കുകയാണ് ചിലര്. അവര് നിയമം നിരോധിച്ചിട്ടില്ലാത്ത സ്ഥലത്ത് ഗോക്കളെ അവിടെ ആ തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്ന തടസ്സം നിയമവിരുദ്ധമല്ലാത്തിടത്ത് അവര് ബലം പ്രയോഗിച്ച് ഇതിനെ പിടിച്ചുകൊണ്ടുപോകുന്നു. ഇനി മറച്ചു വയ്ക്കുകയാണോ വേറെ എവിടെയെങ്കിലും പാർപ്പിക്കുകയാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഒരു ദിവസം 50 ലോഡ് വരുന്നുണ്ടെങ്കിൽ അത്രയും ഗോക്കളെ അവിടെ ഇവിടെ പരിപാലിക്കാനുള്ള അവസ്ഥ. ഈ സംസ്ഥാനങ്ങളിൽ തന്നെ ആധുനിക അറവശാലകളിൽ ഇവയെ അറുത്ത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ഏർപ്പാട് നിൽക്കുന്നു. അതുകൊണ്ട് ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ തോമസ് ഐസക്, ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾ ഈ കന്നുകാലി കച്ചവടം, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഉപോൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ഇതെല്ലാമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഒരു ഭാഗത്ത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ ഈ പൂർണ്ണമായും കന്നുകാലി വരവ് നിലയ്ക്കുന്നതോടെ അത് എത്രത്തോളം ബാധിക്കും? ഒന്ന്, ഇവിടുത്തെ മറ്റ് പ്രോട്ടീൻ സ്രോതസ്സുകളുടെ വില ഗണ്യമായിട്ട് കുത്തനെ ഉയരുന്നതിന് തടയാക്കും. ഇതാണ് ഉണ്ടാകാൻ പോകുന്ന ഒന്നാമത്തെ പ്രത്യാഘാതം. 2, കേരളത്തിന്റെ ബീഫിന്റെ വില ക്രമാതീതമായിട്ട് ഉയരുന്നതിലേക്ക് നയിക്കും. മൂന്നാമത്തത്, ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന എത്ര ലക്ഷമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷെ വളരെ വലിയൊരു സംഖ്യയുണ്ട്. അറബുകാർ മാത്രമല്ല, റീറ്റെയിൽ വിൽപ്പനക്കാര്, അതിന്റെ തോല്, എല്ല് തുടങ്ങിയവയൊക്കെ സംസ്കരിക്കുന്നവര്, ഇവര് ലക്ഷക്കണക്കിന് വരുന്നവർക്ക് തൊഴിലില്ലാതായി തീരുന്ന ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കും. അപ്പോൾ ആ രീതിയിൽ കേരളത്തിലെ സമ്പദ്ഘടനയും ഇത് പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോകുന്നതാണ്. ദയവായി തുടരുക. ശ്രീ രാഹുൽ ഈശ്വർ, ഈ ഗോസംരക്ഷണം എന്നെല്ലാം പറഞ്ഞ് ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ബീഫ് നിരോധനം അതുപോലുള്ള കാര്യങ്ങൾ വരുന്നു. ഈ കഴിഞ്ഞ നാൾ വരെ ധാരാളം കന്നുകാലികളെ ഈ കച്ചവടക്കാർ ആന്ധ്രയിൽ നിന്ന് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന് അത് ഇവിടെ വിൽപ്പന നടത്തി. ഇവിടുത്തെ അത് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ വിലയ്ക്ക് പോഷകസമ്പൂർണമായ ഒരു ഭക്ഷണം ലഭ്യമാക്കുന്ന ഒരവസ്ഥ. ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലുപൊടി നിർമ്മാണം, അല്ലെങ്കിൽ തോലുൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ ഗുളികകൾ, അങ്ങനെ ഇതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പണിയെടുക്കുന്നവർ, ഇവരെയെല്ലാം ഒരു അവ്യക്തമായ മുദ്രാവാക്യത്തിലൂടെ പണിയില്ലാതാക്കി സാമ്പത്തികമായി ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുക, ഒപ്പം ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ആ മുദ്രാവാക്യം, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ, അത് ശരിയായ രീതിയിലാണ് നടക്കുന്നത് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ശ്രീ രാഹുൽ ഈശ്വർ. 2 കാര്യങ്ങൾ. ഓരോ മുദ്രാവാക്യവും ഉയർന്നു വരുന്നത് ഓരോ രാജ്യത്തിന്റെ സാംസ്കാരിക സാമൂഹിക പരിസ്ഥിതികളിൽ നിന്നാണ്. ഉദാഹരണം, ഫട്നാവിസ് ഭരിക്കുന്ന BJPയിൽ 5 വർഷമാണ് കൗസ്ലോട്ടറിന് ശിക്ഷയെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായ കാസ്ട്രോ ഭരിക്കുന്ന ക്യൂബയിൽ അത് 8 വർഷത്തോളമാണ്.
കമ്മ്യൂണിസ്റ്റ് ക്യൂബയിലും ഇസ്ലാം റിപ്പബ്ലിക്കായ ഇറാൻ, അയത്തുള്ള ഖൊമേനി സർവാധികാരക്കാരനായ ഇറാനിലും ഇതിനേക്കാൾ കടുത്ത ശിക്ഷകൾ കൗസിലോട്ടറിനുണ്ട്. അപ്പോൾ ക്യൂബയും ഇറാനും ഗുജറാത്തും എല്ലാം ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളായ ജമ്മു കാശ്മീർ അടക്കം കൗസിലോട്ടർ പോലൊരു കാര്യത്തിന്റെ മുദ്രാവാക്യവും നിയമവും കൊണ്ടുവരുന്നത് അതിന് സാംസ്കാരികപരമായ സാമൂഹികമായ പശ്ചാത്തലമുള്ളതുകൊണ്ടാണ്. 2005 RC ലഹോത്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ കൗസിലോട്ടറിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉയർത്തിപ്പിടിച്ചിരുന്നു. മഹാത്മാഗാന്ധി അടക്കം, വിവേകാനന്ദൻ അടക്കം, ശ്രീനാരായണ ഗുരുദേവനെ പോലെ സെക്കുലർ എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന സാമൂഹിക പരിഷ്കർത്താവും യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവൻ പോലും ഇതിന്റെ സാംസ്കാരിക പ്രസക്തിയെ ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നതുകൊണ്ട് ഇത് വേഗമായ ഒരു മുദ്രാവാക്യമല്ല. 2, തീർച്ചയായും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാരുടെ സെന്റിമെന്റ്സ് മനസ്സിലാക്കുന്നു. ഈ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ മദ്യത്തിന്റെ മേഖലയിലും ലക്ഷക്കണക്കിന് വ്യക്തികളാണ് പ്രവർത്തിക്കുന്നത്. മദ്യമാണെങ്കിലും ബീഫാണെങ്കിലും ഒരുപാട് പേര് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. തീർച്ചയായും അവരുടെ ആ സെന്റിമെന്റ്സ് എല്ലാവരും കണക്കിലെടുക്കണം. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ്സും ലീഗൽ ആക്ഷനുമാണ് പ്രധാനം. ഒരു സോഷ്യൽ ആക്ഷനിലേക്ക് പോകണമെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റായി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ, ഗുണ്ടാപരമായി അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊന്നും ആരും യോജിക്കില്ല. പക്ഷേ ഇതിന്റെ വിശാല സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം മനസ്സിലാക്കാതെ, അതിന്റെ കൾച്ചറൽ സോഷ്യൽ സെന്റിമെന്റ്സ് ഉൾക്കൊള്ളാതെ ഇതിനെ കേവലം ഒരു ആഹാര പ്രശ്നമായിട്ടോ മദ്യത്തെ കേവലം ഒരു വ്യക്തിപരമായ ചോയ്സിന്റെ പ്രശ്നമായിട്ടോ കാണാൻ നമുക്ക് കഴിയുമോ? ഇതേ ആർഗ്യുമെന്റ് തന്നെയാണ് മദ്യത്തിന്റെ മദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ താങ്കളെ പോലുള്ളവർ, അതല്ലെങ്കിൽ ഗോവധ നിരോധനം ആവശ്യപ്പെടുന്നവർ, ഇവർ പ്രധാനമായും അവർ ആശ്രയിക്കുന്ന മതഗ്രന്ഥങ്ങളിൽ, ഉപനിഷത്തുകളോടെ മാറി നിൽക്കട്ടെ, പ്രധാനപ്പെട്ട മഹാഭാരതം അതല്ലെങ്കിൽ രാമായണം, ഇതെല്ലാം തന്നെ അംഗീകരിക്കുന്നു. ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ മൃഗവേട്ട ഒരു പ്രധാനമായിരുന്നു. അതുപോലെ തന്നെ മാംസം ഭക്ഷിച്ചിരുന്നു. നമ്മളുടെ എല്ലാ പുരാണങ്ങളിലും കാണാം വേട്ടയാടാൻ പോകുന്ന രാജാക്കന്മാർ, വേട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ മാംസഭക്ഷണം, ഇതെല്ലാം നിഷിദ്ധമല്ലാതെ നടന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഇത് 2014 വരെ ഈ പറയുന്ന കന്നുകാലി കച്ചവടക്കാർ ഒരു തടസ്സവും കൂടാതെ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും പോത്തിനെ അതല്ലെങ്കിൽ കാളയെ ഇവിടെ എത്തിച്ചിരുന്നു. പശുക്കൾ അല്ല, പോത്തും കാളയും അതിവിടെ എത്തിച്ചിരുന്നു, അത് വിൽപ്പന നടത്തിയിരുന്നു. ഇവിടുത്തെ ഏതാണ്ട് എല്ലാ മതസ്ഥരും ഇത് ഭക്ഷിച്ചിരുന്നു. താങ്കൾക്ക് ഉറച്ചു പറയാൻ കഴിയുമോ, ഈ പോത്തിൽ നിന്നോ കാളയിൽ നിന്നോ അതുപോലുള്ളവയിൽ നിന്ന് കൊണ്ടുവരുന്ന അതിൻ്റെ ഉപോൽപ്പന്നങ്ങളെങ്കിലും ഉപയോഗിക്കാത്ത ഏതെങ്കിലും ജാതി മത വിഭാഗങ്ങൾ കേരളത്തിലുണ്ട് എന്ന്? ഞാൻ ഈ ആർഗ്യുമെന്റ് ഒരു സ്ട്രെച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ആനത്തലവട്ടം ആനന്ദൻ സാറിക്ക് ഇതേപോലെ ചർച്ചയിൽ പറയുകയുണ്ടായി, മനുസ്മൃതിയിൽ പറയുന്നത് ഉത്തമനായ ബ്രാഹ്മണനും ഉത്തമനായ ഹിന്ദുവും പശുവിൻ്റെ ഇറച്ചി കഴിക്കുമെന്നാണ്. അതിൻ്റെ മറുപടി ഇതിനോടനുബന്ധമായി തന്നെ ഞാൻ പറയുന്നു, ഇതിൻ്റെ മറുപടി അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിലായില്ലേ ഇതൊരു ഹിന്ദുത്വ അജണ്ട അല്ലെന്ന്. ആ മനുസ്മൃതിയുടെ വ്യാഖ്യാനങ്ങളൊക്കെ വെസ്റ്റിലുള്ള ആൾക്കാർ എഴുതിയാണ്, തെറ്റാണ്. പോട്ടെ, ആ ആർഗ്യുമെന്റ് അംഗീകരിച്ചാലും എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്ന അംഗീകരിച്ചാലും ഇതൊരു മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ അജണ്ടയല്ല, ഒരു കൾച്ചറൽ സെന്റിമെന്റ്സ് ആണ്. 2, പല കാര്യങ്ങളും അങ്ങനെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അന്ധമായി ഒരു കപടമായ ഒരു ഓർത്തഡോക്സ് ആർഗ്യുമെന്റ് ഒന്നും ആർക്കുമില്ല. പക്ഷേ ഇൻക്രീസിംഗ്ലി ഇത് കുറച്ചുകൊണ്ടുവരാനും, എന്തുകൊണ്ടാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഇതിലുള്ളത്? മഹാത്മാഗാന്ധി എന്തുകൊണ്ട് ശക്തമായി ഇതിനുവേണ്ടി വാദിച്ചു? അപ്പോൾ ആ രാജ്യത്തിന്റെ കൾച്ചറൽ സെന്റിമെന്റ്സ് നോക്കാതിരിക്കരുത്. 2, മുമ്പ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നമുക്ക് സതി ഉണ്ടായിരുന്നു. കടുത്ത ജാതീയത അപലപിക്കേണ്ട ലോകത്തിലെ പോത്തിന്റെ എല്ല്, കാളയുടെ എല്ല്, ഇതിൽ നിന്ന് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ, ഗുളികകൾ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അത് നമ്മുടെ എറണാകുളത്ത് KCPL എന്നൊരു കമ്പനിക്കാണ് ഈ പുല്ലുവഴിയിൽ നമ്മുടെ ഒരു സുഹൃത്തിന് ഇതുമാതിരി എല്ല് പൊടിച്ചിട്ട് വേർതിരിച്ച് KCPL കമ്പനിക്കാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. അവൻ പറഞ്ഞുള്ള അറിവ് ഇത് ഗുളികകൾ ഉണ്ടാക്കേണ്ട ബിസ്ക്കറ്റ് കമ്പനിക്കാർക്ക് ഒക്കെ ഇത് ആവശ്യമുള്ള സാധനമാണ് എല്ലിൻ്റെ. പിന്നെ പഞ്ചസാര കമ്പനിക്കാർ ഒക്കെ ഇത് കൊണ്ടുപോകുന്നതാണ് അവൻ പറഞ്ഞ അറിവാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ കൊട്ടുന്ന ചെണ്ടയുടെ തോല്, അതല്ലെങ്കിൽ എല്ലാവരും കഴിക്കുന്ന ഗുളിക, അത് ബ്രാഹ്മണനാകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ കഴിക്കുന്ന ഗുളിക, ഇതിൽ നിന്നും വേറിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന വസ്തുക്കളിലേക്ക്, പഞ്ചസാരയിലേക്ക്, ഇതിലേക്കെല്ലാം ഒന്നുമില്ലെങ്കിൽ മാംസം, അതല്ലെങ്കിൽ എല്ല്, അതല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കടന്നു വരുന്ന ഒരു സവിശേഷ സാഹചര്യം. താങ്കൾ തന്നെ മറുവാദമായി ഉന്നയിച്ചത്, അതായത് ഹിന്ദുത്വ അജണ്ടയല്ല, ഹിന്ദുക്കൾ ഇതെല്ലാം ചെയ്തിരുന്നു, അതല്ലെങ്കിൽ പുണ്യ പുരാണങ്ങളിൽ ഇതുണ്ടായിരുന്നു എന്ന് പറയുന്നത് വാദത്തിന് അംഗീകരിക്കുകയാണ്, ഹിന്ദുത്വ അജണ്ടയല്ല എന്ന് പറയുമ്പോഴും
2013-14 വരെ തടസ്സമില്ലാതെ നിന്ന ഒരു കച്ചവടം, മഹാരാഷ്ട്രയിലെ ബീഫ് നിരോധനം, ഗോവധ നിരോധനത്തെക്കുറിച്ച് ഉയർന്ന ചർച്ചകൾ, അതിനുശേഷം വളരെ പെട്ടെന്ന് ഒരു ക്യാമ്പയിൻ പോലെ സ്വത്ത് സംരക്ഷിക്കാനും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും കച്ചവടം നടത്താനും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശമുണ്ടായിരിക്കെ അവർ പണം കൊടുത്തു വാങ്ങുന്ന സാധനം തടഞ്ഞു വയ്ക്കുക, അതിനുശേഷം ഒരു ഗോശാലയിലേക്ക് ആ കന്നുകാലികളെ കെട്ടഴിച്ചു വിടുക, പിന്നീട് അപ്രത്യക്ഷമാകുക, മോഷണം, ഗുണ്ടായിസം, ഇതിന് ന്യായമുണ്ടോ? അങ്ങ് ഈ പറഞ്ഞതിന് ഒരു ന്യായവുമില്ല. മോഷണത്തിന് ന്യായമില്ല, ഗുണ്ടായസത്തിന് ന്യായമില്ല, ഒരാളെ നിർബന്ധിച്ച് ഗോ സംരക്ഷിക്കുന്നതിന് ന്യായമില്ല. പക്ഷേ സമൂഹത്തിൽ വിശാലമായി താത്വികമായ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. മാത്രമല്ല 65 മുതൽ ഗോ സംരക്ഷണത്തിന്റെ ക്യാമ്പയിൻ ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ വർഗീയം എന്ന് ഇൻ കോട്ട്സിൽ വിളിക്കാത്ത പലരും ഈ ക്യാമ്പയിനെ ശക്തമായി സപ്പോർട്ട് ചെയ്തവരാണ്. ഉദാഹരണം സമാജ്വാദി പാർട്ടിയുടെ നേതാവായ രാം ഗോപാൽ യാദവ് ഇന്ത്യയിൽ മുഴുവൻ ഗോ സംരക്ഷണ നിയമം വേണം എന്ന് വാദിച്ചവരാണ്. BSPയുടെ പല നേതാക്കളും ഇതിനുവേണ്ടി വാദിച്ചവരാണ്. ജമ്മു കാശ്മീർ അടക്കം ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഈ ഗോ സംരക്ഷണത്തിന്റെ ചിന്തയുണ്ട്. അപ്പോൾ അതിന്റെ സാംസ്കാരികമായ മൂല്യം അബ്സ്ട്രാക്ട് ആണ്. വ്യക്തമാണ് താങ്കൾ പറയുന്നത് വളരെ വ്യക്തമാണ്. ഡോക്ടർ തോമസ് ഐസക്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് മൃഗസംരക്ഷണ മേഖലയുമായി നിരവധി പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നല്ലോ. ഈ പറയുന്ന രീതിയിൽ ഗോസംരക്ഷണം അത് പ്രായോഗികമാണോ? ഇപ്പോൾ താങ്കൾ തന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ നിൽക്കുമ്പോൾ ഇത്തരം പഠനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേതാവ്, മുൻ ധനമന്ത്രി എന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരു പശുവിനെ പരമാവധി അതിനെ കറവ എടുക്കുക, അതല്ലെങ്കിൽ ഒരു കാളയെ പരമാവധി കൃഷി ജോലികൾക്ക് ഉപയോഗിക്കുക, പോത്തിനെ ഉപയോഗിക്കുക, ഇത് കഴിഞ്ഞ് ഇതിനെ കൈയൊഴിയും. എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? അതിനെ അങ്ങനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്ന സാമ്പത്തികമായി മനുഷ്യരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, പിന്നെ പശുക്കളെയും കാളകളെയും എല്ലാം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലാണോ ഇന്ത്യയും കേരളവും? ഇതിന്റെ ഗോവധ നിരോധനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് KN നാരായണൻ നായർ അവിടുത്തെ CDS ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ പഠന ഗ്രന്ഥങ്ങളുണ്ട്. ഡോക്ടർ KN രാജ് അന്ന് ഇതിനു വേണ്ടി നടത്തിയ പ്രചരണത്തിനെതിരെ ശക്തമായിട്ട് പരസ്യമായി രംഗത്ത് വരികയുണ്ടായി. ഇനി ഇത് സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, ഇതിന്റെ കൾച്ചറലായിട്ടുള്ള മാനങ്ങളെ കുറിച്ച് മാർവിൻ ഹാരിസിനെ പോലുള്ള ആന്ത്രപ്പോളജിസ്റ്റുകൾ വിശദമായ പഠനങ്ങൾ നടത്തിയത്. ഞാൻ പറയുന്നത് ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും ഈ ഗോവധ നിരോധനത്തിനെതിരെ ശക്തമായി ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ എതിർപ്പും നിലപാടും കാണുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിരോധിച്ചാലുള്ള പ്രത്യാഘാതങ്ങൾ എന്ത്? ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ കുര്യൻ സാറ് ആനന്ദ് ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്നോവേഷൻസ് ഇന്ന് ലോകം മുഴുവൻ പഠിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഇന്നോവേഷൻ എന്തായിരുന്നു അറിയാം? പശുവിന് പകരം എരുമയുടെ പാല് അവിടെ കറക്കുന്നതിന് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. എരുമയുടെ പാലിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ പാൽപ്പൊടി കിട്ടുമെന്ന് മാത്രമല്ല, പശു അവിടെ നിന്നും ഗോവധ നിരോധനത്തിന്റെ ഒരു ശക്തമായ വികാരമുണ്ട്. പക്ഷെ എരുമയുടെ മേലില്ല. അപ്പൊ ആ എരുമക്ക് അഡീഷണൽ ആയിട്ട് റവന്യൂ കൂടി കിട്ടും. ഈ ഒരു ബിസിനസ് മോഡലാണ് ആനന്ദിന്റെ വിജയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി തീർന്നിട്ടുള്ളത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ രാഹുൽ ഈശ്വർ പറയുന്ന പോലെ സാംസ്കാരികമായിട്ട് ചില വിശ്വാസങ്ങള്, സമീപനങ്ങള്, ആ കൾച്ചറൽ ട്രഡീഷനുള്ള പ്രദേശങ്ങൾ ഉണ്ടാവും. ആ വികാരങ്ങളൊക്കെ മാനിക്കാൻ തയ്യാറാണ്. വേറെ യുക്തിപരമായിട്ടുള്ള നിലയെ മാത്രമല്ല. പക്ഷെ കേരളത്തിൽ എന്താണ് ഈ കൾച്ചറൽ ട്രഡീഷൻ വന്നത്? ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്താ വന്നത്? ഇല്ലാത്തൊരു കൾച്ചറൽ ട്രഡീഷൻ ബോധപൂർവം ഇങ്ങനെ സൃഷ്ടിക്കുന്നത് ഒരു വർഗീയ അജണ്ടയുടെ ഭാഗമാണ്. ആ രാഷ്ട്രീയം കാണാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോഴും തമിഴ്നാട്ടില്, മൈസൂരില് ഈ ദ്രവീഡിയൻ പാർട്ടികളൊക്കെ ഭരിച്ചിരുന്ന ഈ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ കൾച്ചറൽ ട്രഡീഷണൽ വികാരം ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത പോലെ തന്നെ ഇന്നവിടെ ഒരു വികാരം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ബലപ്രയോഗം നടത്തുന്നു. ആ ബലപ്രയോഗത്തിലാണെങ്കിലോ ഇതിന് വരുമാനം കിട്ടും, പിടിച്ചുപറിയാകാം എന്ന് വരുന്നതോടുകൂടി ലുംബൻ എലമെന്റ്സും എല്ലാം ഇതിൽ പങ്കാളികളായിട്ട് തീരുന്നു. ഇത് അത്യന്തം അപകടകരമായ രാഷ്ട്രീയ കളിയാണ്. ദയവായി തുടരുക. ഷാജഹാൻ, ഒരു ലോഡ് കന്നുകാലിക്ക് എന്ത് വില കൊടുത്താണ് നിങ്ങൾ വാങ്ങുന്നത്? അത് നിങ്ങൾ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണോ ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട് വഴി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്?
ഈ നഷ്ടം, നിങ്ങളുടെ നഷ്ടം നിങ്ങൾ തമിഴ്നാട് സർക്കാരിൻ്റെ, ഇപ്പോൾ പണ്ട് DMK എല്ലാം ഭരിച്ചിരുന്ന ഒരു പ്രദേശത്തെ പ്രതിസന്ധിയെക്കുറിച്ചാണ് ഡോക്ടർ തോമസ് ഐസക് പറയുന്നത്. അവിടുത്തെ സർക്കാർ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? ഏകദേശം ഒരു ലോഡിന് 7 മുതൽ 10 ലക്ഷം രൂപ വരെ അതിന് മുടക്ക് വരും നമ്മൾക്ക്. ഇത് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് കൂടാതെ നമ്മൾക്ക് പോലീസ് അതുപോലെയുള്ള അധികാരികൾ ഒരുപാട് ചിലവ് അതിൽ റോട്ടിലുണ്ട്. ഏകദേശം ഇത് നമ്മൾ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് പിടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഇതിന് ഒരു റെസ്പോൺസും ഇല്ല, നമ്മുടെ മുതൽ നഷ്ടപ്പെടും. ഏകദേശം നമ്മളൊക്കെ എല്ലാ വ്യക്തികളും വീട് പണയം വെച്ച് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താണ് തമിഴ്നാട്ടിൽ പോയി കാശ് കൊടുത്ത് മേടിക്കുന്നത്. ഇത് മേടിച്ച് കഴിഞ്ഞ് ലോസ് ആയി കഴിഞ്ഞാൽ അവൻ്റെ ആത്മഹത്യ ചെയ്ത വരെ സംഭവങ്ങൾ ഈ കേരളത്തിൽ ഒരുപാടുണ്ട്. ഇതിന് ഒരു തീരുമാനം ഇതുവരെ തമിഴ്നാട് സർക്കാർ നമ്മളോട് അനുകൂലമല്ല. ഈ ആന്ധ്രയിൽ നിന്നെല്ലാം ആരോഗ്യമുള്ള രോഗമില്ലാത്ത കന്നുകാലികളെ ധാരാളം കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ 10-35 വർഷമായല്ലോ കേരളത്തിലേക്ക് ഈ കാര്യങ്ങൾ ആദ്യം നടത്തിക്കൊണ്ടുപോകുന്നു, പിന്നെ വാഹനങ്ങളിൽ കൊണ്ടുവന്നു, ഈ പ്രക്രിയ തുടങ്ങിയിട്ട് അതങ്ങനെ കിട്ടാനുണ്ടോ അതോ അതിൻ്റെ ലഭ്യത കുറയുകയാണോ? പ്രധാനമായിട്ട് ആന്ധ്രയിൽ നിന്നെല്ലാം ഈ പോത്തിനെ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ കാളയെ വാങ്ങിക്കുന്ന സംസ്ഥാനം കേരളമാണോ അതോ മറ്റു ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലേക്ക് എത്രത്തോളം ഏറ്റവും കൂടുതൽ വരുന്നത് കേരളമായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ കുറേ ഹൈദരാബാദ് അതുപോലെയുള്ള 1-2 സ്ഥലങ്ങളിൽ ഫാക്ടറികൾ, എക്സ്പോർട്ടിങ് ഫാക്ടറികൾ തുടങ്ങി. അപ്പോൾ അവിടെ തന്നെ ഒരു ഡെയിലി ഒരു 10-500 മൃഗങ്ങളെ എക്സ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലേക്കുള്ള ലഭ്യത കുറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വരാനുള്ള എക്സ്പെൻസ് കൂടും, വിലകൾ കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ ബീഫിന് വില കയറി വരികയാണ്. പിന്നെ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നമ്മൾ ധൈര്യം വെച്ച് ഒരിക്കലും നമ്മൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് അവിടെ കൊടുത്തിട്ട് നമ്മളിവിടെ വീട്ടിൽ വന്ന് ഉറങ്ങുമ്പോൾ ഫോൺ വരാണ് ബ്ലൂ ക്രോസ് അതുപോലെയുള്ള ആൾക്കാർ കന്നാലി പിടിച്ചുകൊണ്ട്. പിന്നെ നമുക്കതിന് യഥാർത്ഥമായിട്ട് തീരുമാനങ്ങളൊന്നും തന്നെ ഇല്ല, പോയാൽ മുതൽ പോയത് തന്നെ. തോമസ്, ഈ പുല്ലുവഴിയിലേക്ക് നിങ്ങൾ ഈ ഇത്രയധികം പോത്തുകളെ കൊണ്ടുവരുന്നു, അതിനുശേഷം മധ്യ കേരളത്തിലെ പല ഭാഗത്തും വിതരണം ചെയ്യുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അനുഭവം? ഏതാണ്ട് എല്ലാ മതസ്ഥരും ഇത് ഉപയോഗിക്കുന്നുണ്ടോ? പോത്ത് കിട്ടാനുണ്ടോ? എല്ലാ മതസ്ഥരും തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പോത്ത്, കാളയിറച്ചിയും എല്ലാ മതസ്ഥരും തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ കേരളത്തിലൊരു തടസ്സം, കേരളത്തിൽ ദയ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അത് അവരിങ്ങനെ കുത്തിനിറച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ മൃഗങ്ങളോടുള്ള മൃഗസ്നേഹം നല്ല രീതിയിൽ കൊണ്ടുവരും. അവരിങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ അവർ പറയും. ഡ്രൈവർമാരെ വിളിച്ച് അത് ടെമ്പോയിലാണ് ഇവിടെ നിന്ന് മുഴുവൻ സപ്ലൈ, ഈ ചെറിയ 407 മാതിരിയുള്ള ടെമ്പോയിൽ. ഡോക്ടർ തോമസ് ഐസക്, കേരളത്തിലെ ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളും ഇത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈഴവർ, നായന്മാർ, അതല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ 50%-ലേറെയായി എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ മതസ്ഥരെല്ലാം തന്നെ ഈ മാംസം ഉപയോഗിക്കുന്നു. കേരളത്തിൽ ഇത് പെട്ടെന്ന് ഇവിടെ കന്നുകാലികളെ കൊല്ലാൻ കഴിയില്ല അല്ലെങ്കിൽ കന്നുകാലി ഇറച്ചി വിൽക്കാൻ കഴിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാൽ അത് പെട്ടെന്ന് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നുകൊണ്ട് ഇങ്ങോട്ടുള്ള വരവ് തന്നെ തടയുക എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അതിനെ എങ്ങനെ നേരിടാൻ കഴിയും? എങ്ങനെ നിയമപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി എങ്ങനെ ഇതിനെ മറികടക്കാൻ കഴിയും? ഇതിന് സാമ്പത്തിക മാനങ്ങളുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട്. ഡോക്ടർ രാജിന്റെ ഒരു പ്രധാനപ്പെട്ട വാദമുണ്ടായിരുന്നത് കേരളത്തിലേക്ക് ഇങ്ങനെ കന്നുകാലികൾ വരുന്നത് ഇന്ത്യയിലെ കന്നുകാലി സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദനപരമല്ലാത്തവയുടെ എണ്ണം കുറച്ചു നിർത്തുന്നതിനും അങ്ങനെ മൊബൈൽ എക്കോണമിയെ വയബിൾ ആക്കുന്നതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ കേരളത്തിലെ ഭക്ഷ്യസുരക്ഷയെ മാത്രമല്ല ബാധിക്കുക, പുറത്തും എന്റെ അഭിപ്രായത്തില് പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അതിലേക്കാൾ എല്ലാം ഉപരി ഞാനിത് പറയിടാവുന്നത് ഇത്തരത്തിലുള്ള ബലം പ്രയോഗിക്കാൻ ചില തയ്യാറാവാം, അത് സംഘർഷങ്ങൾ ഉണ്ടാക്കാം. ഈ സംഘർഷങ്ങൾ ഇന്നില്ലാത്തിടത്ത് പോലും വർഗീയമായിട്ടുള്ള രീതിയിലാണ് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതിലേക്ക് എത്തും എന്നുള്ളതാണ്. ഒരു കാര്യം വ്യക്തം, രാഹുൽ പറയുന്ന ഈ ട്രഡീഷൻ ഒന്നും കേരളത്തിലില്ല, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലില്ല, വളരെ ചെറിയ പ്രദേശങ്ങൾ ഒഴികെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇല്ല. അപ്പോൾ ഇല്ലാത്ത കൾച്ചർ ട്രഡീഷൻ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക്, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ TK ഷാജഹാൻ, ശ്രീ NC തോമസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.